ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നാളെ തുടങ്ങാൻ മറ്റന്നാൾ തുടങ്ങാമെന്ന് പറഞ്ഞ് നീട്ടി വയ്ക്കുന്നേക്കാളും ഭേദം ഇതുപോലെ ഒരു ഞായറാഴ്ച ചോർന്നിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ല ഒരു ക്യാമറ മൊബൈൽ എടുത്ത് ക്യാമറ ഉള്ളൊരു ക്യാമറ അല്ലെങ്കിൽ മൊബൈലുള്ളൊരു മൊബൈൽ. ഇത് പ്രത്യേകിച്ച് നമുക്ക് ക്യാമറ വേണമെന്നൊന്നും നിർബന്ധമില്ല, ഉള്ള വെച്ച് അങ്ങോട്ട് തുടങ്ങാം. ആരാണ്ട് പ്രത്യേകിച്ച് സെറ്റ് ബാക്ക്ഗ്രൗണ്ടാ അല്ല ചെയറാ മൈക്കാ ഒന്നും വേണ്ട. ഇതുപോലെ ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് വയ്ക്കുക, അങ്ങോട്ട് പറയാം. ആണ് സ്റ്റാർട്ടിങ്. അത്രേ ഉള്ളൂ. ഞാൻ തന്നെ എൻ്റെ ഫസ്റ്റത്തെ കണ്ടൻറ്റാണ് കോണ്ടൻറ്റ്. അതുപോലും പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ചിലർ വരയ്ക്കുന്നവരായിരിക്കും, ചിലർ പാട്ട് പാടുന്നവരായിരിക്കും, ചിലർ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിരിക്കും, സ്റ്റിച്ചിങ് വർക്ക്, അതുപോലെ ഓരോ കഴിവുള്ളവരുണ്ട്. അവർക്ക് അവരുടേതായ കഴിവുകളുടെ മേഖല ഇതിനുവേണ്ടി ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു കഴിവില്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ മോട്ടിവേഷനോ അതിനുള്ളൊരു ധൈര്യം കാണിക്കുക, അങ്ങോട്ട് തുടങ്ങാം. 2 വീഡിയോ ഇട്ട് വ്യൂ നോക്കി എന്നിട്ടൊരു കാര്യമില്ല. ഒരു 10-15 വീഡിയോ അങ്ങോട്ട് ഇട്ട് നമ്മൾ കുറച്ച് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ യൂട്യൂബ് റണ്ണായിക്കോളും. പിന്നെ അവരും കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർ പറയണമെന്ന് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. നമുക്ക് തോന്നണക്ക് ഇതേമാതിരി അങ്ങോട്ട് വിളിച്ചു പറയാം. ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും അത് കാണിച്ചു തരാൻ ആളുകളുണ്ടാവും. അതും നമുക്കപ്പം അതൊരു മറ്റുള്ളവരുടെ കമൻറ്റ്സ് നമുക്ക് കൂടുതൽ നമ്മൾ മെച്ചപ്പെടുത്താൻ നമുക്ക് ഉപകാരപ്പെടും.